അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ കനാത്തി. പ്രിയ കുട്ടികളെ, 3ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ 2025 ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് പ്രവർത്തനം നോക്കാം. നഖ്റ ഉൽ ഫിക്ര, പാരഗ്രാഫ് നമുക്ക് വായിക്കാം. വനുജീബു, നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യാം. ദഹബ ജാസിമുൻ, ജാസിമ് പോയി, മഅ അബീഹി, അവന്റെ ഉപ്പയുടെ കൂടെ, ഇലസൂക്കിൽ മർക്കസിയി, സൂപ്പർ മാർക്കറ്റിലേക്ക്. മസാഅൻ, വൈകുന്നേരമാണ് പോയത്. ലിഷിറാഇൽ അദവാത്തിൽ മദ്രസിയ, ലിഷിറാഇ വാങ്ങാൻ വേണ്ടിയിട്ട്, അൽ അദവാത്തിൽ മദ്രസിയ പഠനോപകരണങ്ങൾ, സ്റ്റഡി മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഉപ്പയുടെ കൂടെ മാർക്കറ്റിലേക്ക് ജാസിം പോയി. റഅ ജാസിമുൻ, ജാസിം കണ്ടു, ഫിസൂക്കി മാർക്കറ്റിലേക്ക്, ഇമത്തൽ അഷ്ഹാരി, ഈ പ്രൈസുകളുടെ ഒരു ലിസ്റ്റ് കണ്ടു. ഫഖറഅഹ, അപ്പോൾ അവൻ അത് വായിച്ചു നോക്കി. ഇഷ്തറ ജാസിമുൻ, ജാസിം വാങ്ങി, കിതാബൻ വാഹിദൻ, ഒരു ബുക്കാണ് വാങ്ങിയത്. വസലാസത അഖ്ലാമിൻ, 3 പേനകൾ വാങ്ങി. വഖുറത്തൻ, ഒരു പന്തും വാങ്ങി. വഉൽബത്തൻ, ഒരു ബോക്സും വാങ്ങി. സുമ്മ റജഅ, പിന്നെ അവർ രണ്ടുപേരും മടങ്ങി. ഇലൽ ബൈത്തി ഫിൽ ഹാഫിലത്തി, വീട്ടിലേക്ക് ബസ്സിൽ മടങ്ങി. നഖ്താറു, നമുക്ക് തിരഞ്ഞെടുക്കാം. അൽ ജവാബ സ്വഹീഹ, ശരിയായിട്ടുള്ള ഉത്തരം. മിനൽ ഹിലാലൈനി, ബ്രാക്കറ്റിൽ നിന്നും. വനക്തുബു, എന്നിട്ട് നമുക്ക് എഴുതുകയും ചെയ്യാം. ഇവിടെ ഖായിമത്തുൽ അശ്ആർ, വിലയുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അർറഖ്മ്, നമ്പർ. അന്നൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനം. അൽ അദദ്, എണ്ണം. അശ്യാർ, വില. റഖ്മ്, 1. ആദ്യം വാങ്ങിയത് കിതാബുൻ, ഒരു ബുക്കാണ്. അദദ്, എണ്ണം, ഒരു ബുക്കേ വാങ്ങിയിട്ടുള്ളൂ. അതിന് സിയാർ, വില വരുന്നത് 20 രൂപയാണ്. പിന്നെ മിസ്തറത്തുൻ, ഒരു സ്കെയിൽ വാങ്ങിയിട്ടുണ്ട്. അതിന് 15 രൂപയാണ്. പിന്നെ ഖുറത്തുൻ, പന്ത് വാങ്ങിയിട്ടുണ്ട് 1, അതിന് 100 രൂപയാണ്. ഉൽബത്ത്, ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ട്. അതിന് 80 രൂപയാണ്. കലമുൻ, ഒരു പേന വാങ്ങിയതിന് 10 രൂപയാണ്. ഇവിടെ 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പേന പാരഗ്രാഫിൽ 3 പേനയാണ് വാങ്ങിയിരിക്കുന്നത്. ഇവിടെ 3 എന്നാണ് കൊടുക്കേണ്ടത്. 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മികസുൻ, കത്രിക വാങ്ങിയിട്ടുണ്ട് 1, അതിന് 18 രൂപയാണ്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. മത്താ ദഹബ ജാസിമുൻ, ജാസിമ് പോയത് എപ്പോഴാണ്? മത്താ ദഹബ ജാസിമുൻ വ അബൂഹു ഇല സൂക്കിൽ മർക്കസിയിൽ, സൂപ്പർ മാർക്കറ്റിലേക്ക് ജാസിമും അവന്റെ ഉപ്പയും പോയത് എപ്പോഴാണ്? സ്വബാഹൻ, രാവിലെയാണോ? ലുഹ്റൻ, ഉച്ചക്കാണോ? മസാഅൻ, വൈകുന്നേരമാണോ? എപ്പോഴാണ് പോയത്? ആൻസർ സി ആണ്. മസാഅൻ, വൈകുന്നേരമാണ് പോയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കമിസ്യാറു, എത്രയാണ് വില? ലി കിതാബിൻ വാഹിദിൻ, ഒരു ബുക്കിന് എത്ര വിലയാണ്? എത്രയാണ് ബുക്കിന്റെ വില? ഒരു ബുക്കിന് 20 രൂപയാണ്. ബി ആണ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഐന വജദ ജാസിം ഖായിമത്തൽ അസ്ആരി, എവിടെയാണ് ജാസിം ഈ പ്രൈസുകളുടെ ലിസ്റ്റ്, വിലകളുള്ള ലിസ്റ്റ് കണ്ടത് എവിടെയാണ്? ഫിൽ ബൈത്തി, വീട്ടിൽ വെച്ചാണോ? ഫിസൂക്കിൽ മർക്കസിയി, സൂപ്പർ മാർക്കറ്റിൽ വെച്ചാണോ? ഫിൽ ഹാഫിലത്തി, ബസ്സിൽ വെച്ചാണോ? ആൻസർ ഫിസൂക്കിൽ മർക്കസിയി എന്നാണ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. കമിഷ്സിയറു, വില എത്രയാണ്? ലിഖുറത്തിൻ വാഹിദത്തിൻ, ഒരു പന്തിന് എത്ര വിലയാണ്? 100 ആണോ? 80 ആണോ? 90 ആണോ? ആൻസർ എ ആണ്, 100 ആണ് ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ. കം കലമൻ ഇഷ്തറ ജാസിം, ജാസിം വാങ്ങിയത് എത്ര പേനയാണ് വാങ്ങിയത്? 4 ആണോ? 2 ആണോ? 3 ആണോ? ആൻസർ സി ആണ്, 3 പേനകൾ. സലാസത അഖ്ലാമിൻ, 3 പേനകളാണ് വാങ്ങിയത്.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹസ്വല ജാസിമുൻ, ജാസിമ് ഹസ്വല അല ലഭിച്ചു. അൽ ബിതാഖത്തുൽ ഹുവിയ, ഐഡന്റിറ്റി കാർഡ് ലഭിച്ചു. മിനൽ മദ്രസത്തി, സ്കൂളിൽ നിന്നും. നുഇദ്ദു, നമുക്ക് തയ്യാറാക്കാം. ബിതാഖത്തുൻ മിസ്ലഹ, അതുപോലെയുള്ള ഒരു കാർഡ് നമുക്ക് തയ്യാറാക്കാം. അൽ ഇസ്മ, ഇസ്മ പേര് ജാസിം. അസ്സഫു അസാലിസു. അൽ ഉംർ വയസ്സ് 8. അൽ ഇസ്മുൽ ഉമ്മി, ഉമ്മയുടെ പേര് ഫാത്തിമ. ഇസ്മുൽ അബി, ഉപ്പയുടെ പേര് ഇബ്രാഹിം. അൽ മക്കാൻ, സ്ഥലം കാലിക്കൂത്ത്, കോഴിക്കോട്. അതുപോലെ നിങ്ങൾ അൽ ഇസ്മ എന്നുള്ളിടത്ത് നിങ്ങളുടെ പേരെഴുതണം. അസ്സഫു ക്ലാസ് എന്നുള്ളിടത്ത് അസാലിസു എന്നെഴുതുക 3. അൽ ഉംർ വയസ്സ് 8 അല്ലെങ്കിൽ 7 ആണെങ്കിൽ 7 അല്ലെങ്കിൽ 8. ഇസ്മുൽ ഉമ്മി, ഉമ്മയുടെ പേരെഴുതുക. ഇസ്മുൽ അബി, ഉപ്പയുടെ പേര്. അൽ മക്കാൻ, സ്ഥലം പ്ലേസ് എവിടെയാണോ അതവിടെ എഴുതുക. മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. നുമയ്യിസു, നമുക്ക് വേർതിരിക്കാം. വനക്തുബു, നമുക്ക് എഴുതാം. സ്വഹീഹ, ശരിയായതും. സ്വഹീഹ, തെറ്റായതും. തെറ്റായ സെന്റൻസിനെ തെറ്റായ സ്ഥലത്തും ശരിയായ സെന്റൻസ് ശരിയായ സ്ഥലത്തും എഴുതാം. നോക്കൂ, അർത്ഥം നോക്കിയിട്ട് എഴുതാം. യതനാവലു സൽമാനു, സൽമാൻ കഴിക്കുന്നു. അൽ ഫതൂറ, ബ്രേക്ക്ഫാസ്റ്റ്. ഫി സ്വബാഹി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അത് ശരിയായ സെന്റൻസ് ആണ്. സ്വഹീഹിൽ എഴുതുക. ലാ തുളയ്യ വഖ്തക, നീ നിന്റെ സമയം പാഴാക്കരുത്. ബില്ലഅബി അലൽ ജവ്വാലി, മൊബൈലിൽ കളിച്ചുകൊണ്ട് സമയം നീ അധികമായി പാഴാക്കാൻ പാടില്ല. അത് ശരിയായ കാര്യമാണ്. സ്വഹീഹിലാണ് എഴുതേണ്ടത്. അന്നലാഫത്തു, വൃത്തി. ലൈസ മിനൽ ഇഹ്സാനി, നല്ല കാര്യത്തിൽ പെട്ടതല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്വഹീഹിലാണ് പെടുന്നത്. യുനല്ലിഫു, വൃത്തിയാക്കുന്നു. ജാസിറുൻ, ജാസിർ. അൽ അസ്നാന, പല്ലുകളെ. ഖബ്ലൻ നൗമി, ഉറക്കത്തിന് മുൻപ് പല്ലുകൾ ക്ലീൻ ചെയ്യുന്നു. അത് നല്ല ഒരു കാര്യമാണ്. സ്വഹീഹിലാണ് എഴുതേണ്ടത്. അൽ ജവ്വാലു, മൊബൈല്. കുല്ലുഹു ഖൈറുൻ, അതിലെ എല്ലാം നന്മയാണ്. അത് തെറ്റായ കാര്യമാണ്. അതിൽ തിന്മയുമുണ്ട് നന്മയുമുണ്ട്. തെറ്റായ സെന്റൻസ് ആണ്. സ്വഹീഹിലാണ്, കോളത്തിലാണ് എഴുതേണ്ടത്. നാലാമത്തെ പ്രവർത്തനം നോക്കാം. നെഹ്താറുൽ ജുമല, സെന്റൻസുകളെ നമുക്ക് തിരഞ്ഞെടുക്കാം. അൽ മുനാസിബ, യോജിച്ച സെന്റൻസുകളെ. ലിസുവരി, പിക്ചേഴ്സിനോട്. താഴെ ഏതാനും പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവയോട് താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിൽ ഏതാണോ യോജിക്കുന്നത് അത് അതിൻ്റെ താഴെ എഴുതണം. വനക്തുബു, നമുക്ക് എഴുതുകയും ചെയ്യാം. പിക്ചേഴ്സിന് യോജിച്ചത് ഏതാണോ അത് ഈ കൊടുത്തിരിക്കുന്ന സെന്റൻസുമായി യോജിക്കുന്നത് അതിൻ്റെ താഴെ എഴുതുക. യദ്ഹബു റാഷിദുൻ, റാഷിദ് പോകുന്നു. ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. തളഉ മാജിദ, മാജിദ വെക്കുന്നു. അൽ കിതാബ, ബുക്കിനെ. ഫിൽ ഹക്കീബത്തി, ബാഗില്. യസ്തഹിമു മിൻഹാജു, മിൻഹാജ് കുളിക്കുന്നു. ഫിൽ ഹമ്മാമി, ബാത്റൂമിൽ. തുനല്ലിഫു ഹന്ന അൽ അസ്നാന, ഹന്ന പല്ലുകൾ ക്ലീൻ ചെയ്യുന്നു. ഇഖ്റഉ അൻവറു, അൻവർ വായിക്കുന്നു. അൽ ജരീദത്തൽ യൗമിയ, പത്രം വായിക്കുന്നു. ദിനപത്രം വായിക്കുന്നു. ഇസ്തൈഖള റാഷിദ്, റാഷിദ് ഉണർന്നു. മിനൻ നൗമി മുബക്കിറൻ, നേരത്തെ ഉറക്കത്തിൽ നിന്നും റാഷിദ് ഉണർന്നു. ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ അവിടെ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇസ്തൈഖള റാഷിദ് മിനൻ നൗമി മുബക്കിറൻ, ഉറക്കത്തിൽ നിന്നും റാഷിദ് നേരത്തെ എഴുന്നേറ്റു. ഇനി രണ്ടാമത്തെ പിക്ചറിൽ കുട്ടി കുളിക്കുന്നതാണ് കാണുന്നത്. ആ സെന്റൻസ് ഏതാണ്? യസ്തഹിമു മിൻഹാജ് ഫിൽ ഹമ്മാമി, ബാത്റൂമിൽ മിൻഹാജ് കുളിക്കുന്നു. മൂന്നാമത്തെ പിക്ചർ നോക്കൂ, എന്താണ് കാണുന്നത്? ഒരു കുട്ടി പല്ല് ക്ലീൻ ചെയ്യുന്നതാണ് കാണുന്നത്. തുനല്ലിഫു ഹന്ന അൽ അസ്നാന, ഹന്ന പല്ലുകൾ ക്ലീൻ ചെയ്യുന്നു. അടുത്ത പിക്ചറിൽ ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നതാണ് കാണുന്നത്. യദ്ഹബു റാഷിദുൻ ഇലൽ മദ്രസ, റാഷിദ് സ്കൂളിലേക്ക് പോകുന്നു. സെന്റൻസ് ആണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് ഒരു കുട്ടി പത്രം വായിക്കുന്നതാണ്. യഖ്റഉ അൻവറു അൽ ജരീദത്തൽ യൗമിയ, ദിനപത്രം അൻവർ വായിക്കുന്നു. അടുത്ത പിക്ചറിൽ ഒരു കുട്ടി ബുക്ക് ബാഗിൽ വെക്കുന്നതാണ് കാണുന്നത്.
തലഉ മാജിദ, മാജിദ വെക്കുന്നു അൽ കിതാബ, ബുക്ക്, ഫിൽ ഹക്കീബത്തി, ബാഗിൽ. അങ്ങനെ നിങ്ങൾ ഓരോ പിക്ചറിനും യോജിച്ച സെന്റൻസ് അവിടെ ചേർത്ത് കൊടുക്കുക. അഞ്ചാമത്തെ പ്രവർത്തനം, അൻഷദ ജാസിമുൻ, ജാസിമ് പാടി, വ അസ്തിക ഉഹു അവന്റെ കൂട്ടുകാരും, നഷീദത്തൻ ഒരു പാട്ട്, ഹയ്യ വരൂ, നുഖ്മിലു നമുക്കതിനെ ഫില്ല് ചെയ്യാം. അവിടെ ഒരു മോഡലായിട്ട് വരി കൊടുത്തിട്ടുണ്ട്, അതേപോലെ ബാക്കിയുള്ള ലൈനും എഴുതണം. കാലൽ ഫീലു ആന പറഞ്ഞു, ലൗനി അസ്വദുൻ എൻ്റെ കളറ് കറുപ്പാണ്, ലൗനി അസ്വദുൻ എൻ്റെ കളറ് ബ്ലാക്ക് ആണ്. കാലൽ ഫീലു ആന പറഞ്ഞു. അതുപോലെ കാലൽ ഉറാബു കാക്ക പറഞ്ഞു, ലൗനി അസ്വദു എൻ്റെ കളറ് കറുപ്പാണ്. പിന്നെ അവിടെ ഡാഷ് കാലൽ ഉറാബു കാക്ക പറഞ്ഞു. ആദ്യ സെന്റൻസ് നോക്കിയാൽ അറിയാം എന്താണ് വേണ്ടത്, ലൗനി അസ്വദു എന്ന് ചേർത്ത് കൊടുക്കുക. ലൗനി അസ്വദു കാലൽ ഉറാബു. അതുപോലെ അടുത്ത ലൈനില് കാലൽ വറക്കു എന്ന അറ്റത്ത് കാണുന്നുണ്ട്, വറക്കിനെ കുറിച്ചാണ്, വറക്കാണ് പറയുന്നത്. കാലൽ വറക്കു ഇല പറഞ്ഞു, ലൗനി അഹ്ലറു എൻ്റെ കളറ് പച്ചയാണ്. ഇനി എങ്ങനെ എഴുതണം, ലൗനി അഹ്ലറു എൻ്റെ കളർ പച്ചയാണ് എന്ന് കാലൽ വറക്കു ഇല പറഞ്ഞു. ഇനി അടുത്തത് വരുന്നത് കാലൽ മൗസു എന്ന് കാണാം, മൗസാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം, കാലൽ മൗസു പഴം പറഞ്ഞു, ലൗനി അസ്ഫറു എൻ്റെ കളറ് മഞ്ഞയാണ്. ലൗനി അസ്ഫറു കാലൽ മൗസു പഴം പറഞ്ഞു എൻ്റെ കളറ് യെല്ലോ മഞ്ഞയാണെന്ന്. അതുപോലെ കാല സഹ്റു പൂവ് പറഞ്ഞു, ലൗനി അഹ്മറു റെഡാണ് എൻ്റെ കളറ്, ലൗനി അഹ്മറു റെഡാണ് എൻ്റെ കളറ് എന്ന് കാല സഹ്റു പൂവ് പറഞ്ഞു. വളരെ സിമ്പിളാണ്, അതും എഴുതി നോക്കുക. ലാസ്റ്റ് പ്രവർത്തനം, വസ്വല ഉറാബു കാക്ക എത്തിച്ചേർന്നു, ഇല ബുസ്താനി ജാസിമിൻ ജാസിമിന്റെ പൂന്തോട്ടത്തിലേക്ക്. ബദ അൽ ഉറാബു യബ്കി, ബദ അൽ ഉറാബു കാക്ക ആരംഭിച്ചു, യബ്കി കരയാൻ തുടങ്ങി. ഫസമി ജാസിമുൻ അപ്പോൾ ജാസിം കേട്ടോ, ബുക അഹു അവന്റെ കരച്ചില്. ഫദാറ ബൈനഹുമാ ഹിവാറുൻ അപ്പോൾ അവർക്കിടയില് ഒരു കോൺവെർസേഷൻ നടന്നു. നുക്മിലുൽ ഹിവാറ കോൺവെർസേഷൻ നമുക്ക് ഫില്ല് ചെയ്യാം. അവിടെ ഏതാനും സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്, അവക്ക് യോജിച്ചത് വേണം ഈ വിട്ട ഭാഗത്ത് ഫില്ല് ചെയ്യാൻ. ഇവിടെ അഹദ സിഞ്ചാബുൻ സിഞ്ചാബ് എടുത്തു, അൽ ഫർഹ പശിക്കുഞ്ഞിനെ, ഫസക്കത്ത അപ്പോൾ അത് വീണു. അന ഞാൻ, ഉസാ ഇതുക്ക നിന്നെ ഞാൻ സഹായിക്കാം. ഐനൽ ഫർഹു പക്ഷിക്കുഞ്ഞ് എവിടെ, സക്കത്ത മിനൽ ഉഷി കൂട്ടിൽ നിന്നും വീണു. ഈ സെന്റൻസുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് വേണം കോൺവെർസേഷൻ ഫില്ല് ചെയ്യാൻ. ജാസിമ് അൽ ഉറാബ് കാക്കയോട് പറയുകയാണ്, ഉറാബിനോട് പറയാണ്, മാതാ മാതാ എന്താണ് പറ്റിയത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഉറാബ് പറയുകയാണ്, ഫർഹി ഫർഹി എൻ്റെ കുഞ്ഞി എന്ന് പറഞ്ഞ് കരയാണ്. അപ്പൊ ജാസിം ചോദിക്കുകയാണ്, മാതാ അസ്വബൽ ഫർഹു കുഞ്ഞിന് എന്താണ് ബാധിച്ചത്, എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഉറാബ് എന്താണ് പറഞ്ഞത്, സക്കത്ത മിനൽ ഉഷി കൂട്ടിൽ നിന്നും അത് വീണു. അപ്പൊ ജാസിം ചോദിക്കുകയാണ്, കൈഫ എങ്ങനെയാണ് വീണത്. അപ്പൊ ഉറാബ് പറയുകയാണ്, അഹദ സിഞ്ചാബുൻ സിഞ്ചാബ് കുഞ്ഞിനെ സിഞ്ചാബ് എടുത്തു, ഫസക്കത്ത അപ്പോൾ അത് താഴെ വീണു. അപ്പോൾ ജാസിം അവിടെ എന്തോ ചോദിച്ചിട്ടുണ്ട്. ആൻസർ ആയിട്ട് കാക്ക പറയുന്നത് തഹ്ത ഷജറത്തി മരത്തിന്റെ താഴെയാണ്. അപ്പൊ എന്താവും ചോദിച്ചിരിക്കുക, ഐനൽ ഫർഹു പക്ഷിക്കുഞ്ഞ് ആ കുഞ്ഞിപ്പ എവിടെയാണ് ഉള്ളത് എന്ന്. അപ്പോൾ ഉറാബ് പറയാണ് തഹ്ത ഷജറത്തി എന്ന്. അപ്പൊ അത് കേട്ടപ്പോ ജാസിം എന്താണ് പറഞ്ഞത്, അന ഉസ ഇതുക്ക ഞാൻ നിന്നെ സഹായിക്കാം. അത് കേട്ടപ്പോ അൽ ഉറാബ് കാക്ക എന്ത് പറഞ്ഞിട്ടുണ്ടാവും, അവിടെ ജാസിം അഫുവൻ വെൽക്കം എന്ന് പറഞ്ഞിട്ടുണ്ട്, ശുക്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ജാസിം അഫുവൻ വെൽക്കം എന്ന് പറഞ്ഞു. ഇതോടുകൂടി 6 പ്രവർത്തനങ്ങളും അവസാനിച്ചു. നിങ്ങൾക്ക് എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ അറിയിക്കുക. എല്ലാ പ്രവർത്തനങ്ങളും എഴുതാൻ പറ്റിയോ? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.